സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. ഒരു ലോകസഭാ മെമ്പർ, ഒരു AICCയുടെ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ, നിരവധി അവാർഡുകൾ ലഭിച്ച ഒരു ബുദ്ധിജീവി, ലോകത്തിലെ അറിയപ്പെടുന്ന ഒരു ഡിപ്ലോമാറ്റ്. എന്തിന് റിസർവ് ബാങ്ക് വരെ ഇദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട് 3 ഇത് നമ്മുടെ വാര്യമ്പള്ളിയിലെ ഏക്കബാലല്ലയോ? എന്നാ ഉണ്ട് പിള്ളാച്ച വിശേഷം? കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മുമ്പിന് വന്നിട്ടേ ഈ നാമ്പേച്ചിയെന്നോ മരപ്പെട്ടിയെന്നോ ഒക്കെ പറഞ്ഞിട്ട് പോയതല്ലേ, ഇപ്പം എന്നാ ഉണ്ട് വിശേഷം? എന്താ പറയാനുള്ളത്? എല്ലാവർക്കും അറിയാം, ഞാനിപ്പോൾ കുറെ വർഷങ്ങളായിട്ട് പറയാനുള്ളതൊക്കെ നിങ്ങൾ പറഞ്ഞു. എന്നിട്ട് നമ്മളോടൊക്കെ ചോദിച്ചിട്ട് നമ്മളൊക്കെ എന്നാ പറയാൻ? 4 ടേം ലോകസഭാ മെമ്പറായ, നിരവധി അവാർഡുകൾ ലഭിച്ച, ലോക പ്രശസ്തനായിട്ടുള്ള ഒരു വിപ്ലവകാരി, ഒരു ബുദ്ധിജീവി. എല്ലാവരും അദ്ദേഹത്തിന്റെ കഴിവിനെ അംഗീകരിക്കുമല്ലോ. അദ്ദേഹം ഒരു പരാമർശം നടത്തിയാൽ ഇങ്ങനെയാണോ സൂചിപ്പിക്കേണ്ടത്? എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. എന്താ വാര്യരെ ഒരു തരൂർ വാഴ്ത്തുപാട്ടൊക്കെ? ഇതൊന്നും ഐക്യത്തിന്റെ നിറകുടമായ ഐക്യമുന്നണിയിലെ ചില മഹാന്മാർക്കത്ര സൂചിച്ചിട്ടില്ല അല്ലേ മുരളീധരൻ ചേട്ടാ? ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗവും വിശ്വപൗരനൊക്കെ ആയതുകൊണ്ട് ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർ അദ്ദേഹത്തിനെ കുറിച്ച് കമന്റ് പറയുന്നത് ശരിയല്ല. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിന് എന്തോ എവിടെയോ കുത്തിപ്പറയുന്ന പോലെ തോന്നിയത് എനിക്ക് മാത്രമാണോ എന്തോ? ഈ വിശ്വപൗരൻ ഇംഗ്ലീഷിൽ ഒരു ലേഖനം അങ്ങോട്ട് കാച്ചി. വായിച്ച് മുഴുമിപ്പിക്കും മുൻപ് കോൺഗ്രസ്സുകാർ വിശ്വപൗരന്റെ വായിൽ ഒരു പിടി പച്ചമണ്ണ് വാരിയിടാനായി ഓടിത്തുടങ്ങി. ലേഖനം കോൺഗ്രസ് പാർട്ടിയുടെ ലക്ഷ്യത്തിന് തടസ്സം നിൽക്കുന്നതാണത്രേ. ഇതറിഞ്ഞ കോൺഗ്രസ്സുകാരുടെ ഇപ്പോഴത്തെ അവസ്ഥ ദേ ഇങ്ങനെയാണ്. എങ്ങനുണ്ട്? ചൊറിച്ചിലോട് ചൊറിച്ചിൽ തന്നെ. ആദ്യം ചൊറിഞ്ഞു തുടങ്ങിയത് ദേ ഇവിടുന്ന് തന്നെ. അതൊരു ഒന്നൊന്നര ചൊറിച്ചിൽ തന്നെയായിരുന്നു. ലേഖനം വായിച്ചോ എന്ന് ചോദിച്ചാൽ അറിയില്ല, എങ്കിലും ചൊറിച്ചിൽ വന്നാ പിന്നെ എന്ത് ചെയ്യും? ശശി തരൂരി ലേഖനം എഴുതിയത് എന്ത് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്കറിയില്ല. ഈ വട്ടച്ചൊറിയെ പകരുന്നതാണെന്ന് തോന്നുന്നു. കേട്ടവർക്കെല്ലാം ഈ ചൊറിച്ചിൽ പടർന്നുകൊണ്ടേയിരുന്നു. ഹസന്റെ അടുത്തെത്തിയപ്പോൾ ചൊറിച്ചിൽ ഒരു മാന്തലായി മാറി എന്ന് മാത്രം. അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം അടിസ്ഥാനരഹിതവും അവാസ്തവമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇങ്ങനെ മാന്തിക്കൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ഇതേക്കുറിച്ച് വല്ലതും അറിഞ്ഞിട്ടാണോ എന്ന് ചോദിച്ചാൽ പുള്ളി പറയും സതീശേട്ടൻ ചൊറിയുന്നത് കണ്ടിട്ട് കേറി മാന്തിയതാണെന്ന്. പിന്നെ അടിസ്ഥാനരഹിതം എന്നൊക്കെയാണ് പറയുന്നത്. ഈ ഹസൻജിയോളം അറിവൊന്നും സത്യത്തിൽ തരൂരിനില്ലെന്നേ. വിശ്വപൗരനൊക്കെ ആയിരിക്കും, കാര്യം ശരിയാ. എന്തായാലും ഇങ്ങനെ എന്തെങ്കിലും എഴുതുന്നതിന് മുൻപ് ഈ ഹസൻജിക്ക് മുന്നിൽ ദക്ഷിണ വെച്ചിട്ട് മതിയായിരുന്നു എന്നേ ഈ പറയുന്ന വിശ്വപൗരനോട് പറയാനുള്ളൂ. ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം വാസ്തവത്തിൽ ഗ്രൗണ്ട് റിയാലിറ്റി, കേരളത്തിലെ ഒരു MP അല്ലേ, അദ്ദേഹത്തിൻ്റെ സ്വന്തം നിയോജക മണ്ഡലത്തിൽ ഈ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ അപേക്ഷ കൊടുത്ത ആളുകൾ എത്ര കാലം കാത്തിരിക്കുന്നു എന്ന് അദ്ദേഹം നേരിട്ട് അവരോടത് അന്വേഷിച്ചിട്ട് ഇത് എഴുതിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിന് വില കൽപ്പിക്കുമായി. ഇംഗ്ലീഷ് അറിയില്ല എന്നിട്ട് സ്പീച്ച് വന്നിരിക്കുന്നു. ഹസൻജിയോട് അന്വേഷിച്ചിട്ട് വേണമായിരുന്നു ഇങ്ങനെയൊക്കെ എഴുതി പിടിപ്പിക്കാൻ. വിവരവും ഇല്ല, ആ കൂട്ടത്തിൽ ബോധം കൂടി ഇല്ലാണ്ടായാൽ എന്തു ചെയ്യാൻ ഇല്ലേ? ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗവും വിശ്വപൗരനൊക്കെ ആയതുകൊണ്ട് ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർ അദ്ദേഹത്തിനെ കുറിച്ച് കമന്റ് പറയുന്നത് ശരിയല്ല. ആര് മാന്തി ചൊറിയുന്നു? ഹസൻജിയുടെ കാര്യമാണോ? അതാവാൻ തരവില്ല. കാര്യം ഈ ചൊറിച്ചിൽ കുറച്ചൊക്കെ പുള്ളിക്കാരനും പകർന്നിട്ടുണ്ട്. ആ ചൊറിച്ചിലാണ് ഇപ്പോൾ ഈ ചൊറിഞ്ഞ വർത്തമാനമായിട്ട് വരുന്നത്. എന്ന് വെച്ചാൽ വിശ്വപൗരനിട്ട് മാന്താനും തനിക്കറിയാമെന്ന്. കൂട്ടത്തിലുള്ളവരൊക്കെ മാന്തി ഇപ്പോൾ വാർഡ് മെമ്പർ എങ്കിലും ആയാൽ മതിയെന്നായി. പോട്ടെ. അപ്പം ഞാൻ എല്ലാ അടിസ്ഥാനത്തിലും എല്ലാ ഫാക്ട്സിൻ്റെ അടിസ്ഥാനത്തിലും ഡോക്യുമെന്റ് സൈറ്റ് ചെയ്തിട്ടും ഡേറ്റ്സും ഫിഗേഴ്സും വെച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഒരേ സമയം ഞാൻ പറഞ്ഞു ഇതിൽ എല്ലാ പാർട്ടികളും ഒരേ അഭിപ്രായത്തോടെ നിൽക്കണം. എൻ്റെ അർത്ഥം ഇതേപോലെ നമ്മൾ അടുത്ത വർഷം ഭരണത്തിൽ വന്നാൽ നമ്മൾക്കും ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. ആ സമയത്ത് ഇപ്പോൾ ഭരിക്കുന്നവർ നമ്മളെ എതിരിക്കരുത് രാഷ്ട്രീയത്തിന്റെ പേരിലെന്ന് പറയും. നീ ഒരു ഉപകാരം ചെയ്യോ? ആ ഡ്രൈവിംഗ് സീറ്റിലോട്ട് കയറി ഞാൻ ഇവിടെ ഇങ്ങനെ കിടക്കാം. നീ ആ ഫസ്റ്റ് ഗിയർ എന്റെ നെഞ്ചത്തൂടെ കയറ്റി ഇറക്കണം പുല്ലേ. അങ്ങനെ പണ ഇതാണ് എല്ലാവർക്കും ചൊറിച്ചിൽ വരാൻ കാരണം. കോൺഗ്രസ് ഭരണത്തിൽ ഏറിക്കഴിഞ്ഞാൽ ഇതൊക്കെ നടപ്പിലാക്കണം. നടന്നു തന്നെ എന്തെങ്കിലും ആരെങ്കിലും നടത്തിയെടുത്താലോ
ആ ക്രെഡിറ്റ് കെട്ടിച്ചുമെന്ന് അങ്ങ് പുതുപ്പള്ളിയിൽ കൊണ്ടുപോയി വെക്കും. ജീവിച്ചിരുന്നപ്പോൾ മനസമാധാനം കൊടുക്കാത്തവർക്കാണ് ഇപ്പോൾ ഈ ചൊറിച്ചിൽ പിടിച്ചേക്കുന്നത്. ഈ ചൊറിച്ചിലുകാരെ കുറിച്ച് ഒറ്റ വാക്യത്തിൽ പറഞ്ഞ ദേണ്ട ഇങ്ങനെ ഇരിക്കും. വിവരമുള്ള ഒരാൾ പോലും കോൺഗ്രസിൽ ഉണ്ടാകാൻ പാടില്ല എന്നാണോ ഈ പറഞ്ഞതിന്റെ അർത്ഥം? സ്വാഭാവികം. അതുണ്ടായിരുന്നെങ്കിലേ രണ്ടാം വട്ടവും പ്രതിപക്ഷത്തിരുന്ന് ചൊറിയില്ലായിരുന്നല്ലോ. ഇത്തവണ എങ്ങനെങ്കിലും കയറി ഭരിക്കാമെന്ന് വിചാരിച്ചാലോ പരസ്പരം ചൊറിച്ചിൽ തന്നെ ചൊറിച്ചിൽ. അതിനിടയിൽ പൊണ്ണു കുത്തിപ്പഴിപ്പിക്കാൻ ഇങ്ങനെ ഒരാൾ. ഇത് ശരിക്കും UDFന്റെ കാലത്ത് ഇടതുപക്ഷം ഒന്ന് സഹകരിച്ചിരുന്നു എങ്കിൽ വളരെ വ്യത്യാസം ഉണ്ടാകുമായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും ബോധ്യമായി. അതാണ്ടായത്. കാരണം മാത്രമല്ല, നിലവിലുള്ള ഒരുപാട് കാര്യങ്ങൾ കേരളത്തിൽ നടന്നത് UDFന്റെ കാലത്താണ്. എമർജിംഗ് കേരളയും ജിമ്മും ഒക്കെ വന്ന് മാഡത്തിനോട് ഇയാളെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പുകഴ്ത്തി പറയണമെന്ന് എന്നോട് പറയാൻ പറഞ്ഞു. വികസന നേട്ടങ്ങളെല്ലാം ഇങ്ങനെ പൊട്ടും പൊടിയും ഓർത്തെടുത്ത് എണ്ണി പറയുന്നത് കേട്ടിട്ട് സാഹിബേ കണ്ണ് നിറഞ്ഞു പോകുന്നു. ഈ ബാലസഖാവിന്റെ അണ്ണാക്കിന്റെ പിരി വെട്ടിയുള്ള ഇരിപ്പ് കാണണമെങ്കിൽ അങ്ങോട്ട് നോക്കിക്കോളൂ. പിന്നെ എന്റെ കാലഘട്ടത്തിലാണ് വ്യവസായം വല്ലാണ്ട് വികസിച്ചു പോയത് എന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറയുമ്പോൾ ഞാൻ പാലക്കാട് ജില്ലയിലെ CITUവിന്റെ പ്രസിഡന്റും സെക്രട്ടറി ആയിട്ട് കുറെ കാലം ഉണ്ടായി. ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് പുതുശ്ശേരി മേഖലയിൽ ഞാൻ വെല്ലുവിളിക്കും 500ഓളം സ്ഥാപനങ്ങളിൽ 200 സ്ഥാപനങ്ങളും അടച്ചുപൂട്ടിയതെന്നാണ്. BPL അടച്ചുപൂട്ടിയതെന്നാണ്. ടാറ്റയുടെ ടെലിഫോൺ അടച്ചുപൂട്ടിയതെന്നാണ്. ഭഗവതി ടെക്സ്റ്റൈൽസ് അടച്ചുപൂട്ടിയതെന്നാണ്. മദ്രാസ് സ്പിന്നേഴ്സ് അടച്ചുപൂട്ടിയതെന്നാണ്. ഇപ്പൊ പാപ്സിൻ, GTL ടെക്സ്റ്റൈൽ കമ്പനികളെല്ലാം ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ്. ലാഭകരമായി ഓടിയ ഒരു പൊതുമേഖലാ സ്ഥാപനമായിരുന്നു മലബാർ സിമന്റ്സ്. അത് നഷ്ടത്തിലായത് ആ കാലഘട്ടത്തിലാണ്. അവരുടെ കാലഘട്ടത്തിൽ തന്നെയാണ് 75% പവർ കട്ടിൽ ലോഡ് ഷെഡിംഗ് ഉണ്ടായിരുന്നത്. 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. ബാലസഖാവേ നിങ്ങൾ പുലിയായിരുന്നല്ലേ. പോട്ടെ. ഇതോടുകൂടി കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ ചൊറിച്ചിൽ അവസാനിച്ചുവെന്ന് പാണക്കാട് നിന്നും അറിയിപ്പുണ്ടായിരിക്കുന്നു. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നവരെ സാഹിബിന് ചൊറിച്ചിൽ ഉണ്ടാകില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും സാഹിബേ? ഇനി അവിടെ പറയാം, ഇപ്പൊ കൂടുതൽ ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ ചൊറിച്ചിൽ എന്നത്തേക്ക് മാറും? ഈ തരൂർജി പറഞ്ഞത് ശരിയാണോ തെറ്റാണോ? അതെനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് വിലയിരുത്തേണ്ട ഒരു ചുമതല എന്നെപ്പോലുള്ള സാധാരണക്കാർക്കില്ല. എന്നിട്ട് എന്നെപ്പോലെ സാധാരണക്കാരൻ അഭിപ്രായം പറയുന്നത് ശരിയല്ല. ഞാനൊക്കെ സാധാരണ പാർട്ടി പ്രവർത്തകനാണ്. പാർട്ടിയുടെ ഏത് അഭിപ്രായങ്ങളും ശിരസ വഹിക്കാനും പാർട്ടി പറയുന്ന സ്ഥലത്തൊക്കെ പോയി മത്സരിക്കാനൊക്കെ ഉള്ള ഒരു ചെറിയ കഴിവ് മാത്രമേ എനിക്കുള്ളൂ. മത്സരിച്ചു പറഞ്ഞാൽ മതി, ബാക്കിയൊക്കെ അറിയാമല്ലോ. ഈ മുരളീധരനോടുള്ള ചൊറിച്ചിൽ കൂടുമ്പോൾ കുറച്ചങ്ങോട്ട് പുകഴ്ത്തും. എന്നിട്ട് പറയും കരുത്തുറ്റ നേതാവ്, ശക്തരിൽ ശക്തൻ, ശക്തൻ തമ്പുരാൻ. ഈ ചൊറിയുമ്പോഴുള്ള വിളികളാണെന്ന് മനസ്സിലാകാതെ പാവം എവിടെയെങ്കിലും പോയി അങ്ങ് മത്സരിക്കും. എന്നിട്ട് ഈ ചൊറിച്ചിലുകാർ കയറി അങ്ങ് മാന്തി വലിച്ച് താഴെയിടും. അല്ലേ? സുധാകരൻ ജിക്ക് ചൊറിച്ചിൽ എങ്ങനെയുണ്ട്? അതിന് മാത്രമുള്ള ദ്രോഹമൊന്നും അതിൽ ചെയ്തിട്ടൊന്നുമില്ല. അതിലൊന്നും നിങ്ങൾ വ്യാഖ്യാനിച്ച് അത് ഞങ്ങൾ കടലിലോട്ട് കൊണ്ടുപോകാം. അദ്ദേഹത്തെ ശാസിക്കാനോ അദ്ദേഹത്തെ ഉപദേശിക്കാനോ അദ്ദേഹത്തിനെ തിരുത്താനോ ഒന്നും ശേഷിയുള്ള ആളുകളല്ല ഞങ്ങൾ. അല്ല, അദ്ദേഹത്തിന് ഉള്ള ആളുകളല്ല ഞങ്ങൾ അദ്ദേഹവുമായിട്ട് ഒരു തർക്കത്തിനും പോകുന്നില്ല. ശത്രുദോഷം പെട്ടെന്ന് തീരാനുള്ള വെടി വഴിപാട്, വലിയ വെടി 4, ചെറിയ വെടി 4. ഈ വ്യാവസായിക വിപ്ലവത്തിന്റെ ഈ ചൊറിച്ചിലിന് പിന്നിൽ ഒരു കാര്യമുണ്ട്. അതായത് ഈ തരൂർജി വിശ്വപൗരനൊക്കെ ആണല്ലോ, മുഖ്യമന്ത്രിയായി ഒന്നിരിക്കണം. അതിന് ഈ ചൊറിച്ചിലുകാർ നേരാമണ്ണമാണെങ്കിൽ നടക്കത്തില്ല, അവരോട്ട് സമ്മതിക്കത്തുമില്ല. അല്ലെങ്കിൽ അങ്ങ് BJP ചാക്കിട്ട് ഒരു വിദേശകാരി. എങ്ങനെയുണ്ട് നമ്മുടെ വിശ്വപൗരന്റെ പുതിയ ഐഡിയ? ഗോപാലകൃഷ്ണ, നിനക്ക് വല്ലതും പറ്റിയ? ഹേയ്, പിന്നെ എന്തിനാ നീ നിലവിളിച്ചത്? അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ.